അച്ഛനും മോനും കൂടെ കൊഞ്ചൊന്ന് നോക്കിയ രാവിലെ. ഞങ്ങൾ MRI എടുക്കാൻ പോവാ. കൊച്ചും അമ്മ ഇവിടെ ഇരിക്കട്ടെ. ആശുപത്രിയിൽ ആവശ്യമില്ലാണ്ട് കൊണ്ടുപോയി ശരിയാവത്തില്ല. കീടാണുക്കളാണ്. അമ്മേൻ്റെ പൊന്നെ, അമ്മ പോയിട്ട് വരട്ടെ. പിന്നെ സമയം കിച്ചു ഇറങ്ങിയോ? നമുക്ക് കിച്ചനൊന്ന് വിളിച്ച്. ആ അടിപൊളി. അവൻ്റെ ഫോൺ ഇവിടെ ഇല്ലേ? നമുക്കെന്നാ വണ്ടി സ്റ്റാർട്ടാക്കി ഹോൺ അടിച്ചാലോ? അമ്മൂനെ വഴക്കുണ്ടാക്കല്ലേ. എന്തോ പറയുന്നുണ്ട്. അമ്മൂനെ വഴക്ക് പടയല്ലേ. ഈ ഉടുപ്പ് ചൂടാ, അല്ലാത്ത ഉടുപ്പിട്ട് കൊടുത്താൽ രാവിലെ ചൂടാ. എന്നാ പിന്നെ ഇടാതിരുന്നാ പോരെ. ഇതിനെടുത്ത് അതിനകത്ത് നോക്കുവോ? അവനത് ഇങ്ങെടുത്തു. ചാച്ചൻ്റെ ഒരു കാര്യം. നല്ല രസമുണ്ട് ടീഷർട്ട്. ഇണങ്ങുന്നില്ലേ അമ്മു? അല്ലല്ലേ, എൻ്റെ സെലക്ഷൻ മോശമാകാറില്ല. എന്നാടി അമ്മേൻ്റെ പൊന്നെ അടങ്ങിയിരിക്കുവോ? അതോ അമ്മൂനെ വഴക്കുണ്ടാക്കുവോ? അമ്മൂൻ്റെ മോനെ വിഷമിപ്പിച്ച് അമ്മ വരുമ്പോൾ പറയണം കേട്ടോ. എന്ന് പറയണേ. ആ ആരോ ഒരാളിന്ന് കവളത്ത് സ്നേഹിച്ച ഇന്നലെ എൻ്റെ കൊച്ചിൻ്റെ കവളത്ത്. മോണോ കടിച്ചേ? ആ എൻ്റെ കുഞ്ഞ് പറയുന്നുണ്ട് ആരാ കടിച്ചതെന്ന്. ആ ഉണ്ടെന്ന്. ആ കൈ തരുവാന്ന് ഇടാൻ വേണ്ടി. അമിത് പൊന്നാണോ? അമിത് പൊന്നാണോ? ഓ സുന്ദരിയാ. നീ ഒരു സുന്ദരനാടാ. കണ്ടോ ചാച്ചൻ്റെ കയ്യെ കിടക്കുന്നേ? അമ്മേൻ്റെ ഫിഗർ. ചാച്ചനതെങ്ങാനും ഊരിയ ചാച്ചനിട്ട് ഇടിയാ. ഞാൻ തിരിച്ചും മറിച്ചൊക്കെ ഇടും, അത് വേറെ കാര്യം. ആ ചാച്ചൻ മറിക്കില്ലെന്ന്. അമ്മേനെ കളയും. നോക്കിയിരുന്നോ? ഞാനില്ലാണ്ട് നിങ്ങൾ രണ്ട് സന്തോഷമാവൂല. നോക്കിയോ ഇല്ലെങ്കിൽ. നേരത്തെ എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇനിയിപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. നിനക്ക് വേണ്ടല്ലോ, എൻ്റെ കൊച്ചിന് വേണോടാ. കുഞ്ഞാ 15 ദിവസം കൂടെ ഉണ്ട് ആലോചിക്കാൻ. ആലോചിച്ച് വേണമെങ്കിൽ തീരുമാനം മാറ്റുന്നാ. നോക്കട്ടെ, മാറ്റണോ തീരുമാനം? എടാ ഇതെന്താടാ ഇത്രയും നാളും ഇല്ലാത്ത പോലെ നിനക്ക് കുരു? അതാ ഡയറ്റിങ്ങിൻ്റെ പരിപാടിയും തുടങ്ങി എക്സസൈസും കൂടിയപ്പോഴത്തേക്ക് ഉള്ള കുരു എല്ലാം പുറത്ത് ചാടി. അമ്മച്ചി പൊന്നേ, അമ്മച്ചി ചോത്തേ, അമ്മ പോയിട്ട് വറ്റാടി. എടി കൊതുക് വെച്ചോടി നിന്നെ. ഞാൻ കൊതുകിന് കൊടുക്കാണ്ട് വളർത്തിക്കൊണ്ട് വന്നോ. ടാറ്റാ അമിത പൊന്ന്, ടാറ്റാ. ടാറ്റ വന്നേ. ഇന്നലെ പഠിച്ച ടാറ്റ എവിടെയാ? കൈ പൊക്കിക്കൊണ്ട് വാ. കൂട്ടിലിട്ട് കിളിയാവരെന്ന് എഴുതി പറത്തി വിട്ടത്. അവരൊറ്റ പറക്കായിരുന്നു. ആ പറക്ക പിന്നെ തിരിച്ചു വന്നില്ല. വേറൊരു ആൺകിളിയോട് പറന്നു പോയി. ഹലോ, എനിക്കിങ്ങനെ ഉറക്കം വന്ന് ഇങ്ങനെ ഞാൻ ഇപ്പോൾ ഉറക്കും. ആവശ്യമില്ലാത്തപ്പോഴൊക്കെ ഉറക്കം വരുന്നുണ്ട്. നമ്മൾ രാവിലെ MRI അല്ലേ? MRI സ്കാൻ എടുക്കുമോ? MRI സ്കാൻ നിന്നെ കാണിക്കുന്നില്ല, എന്നെ പിന്നെ കാണിക്കാം. നമ്മൾ അന്ന് വണ്ടി ഇട്ടെടുത്ത് തന്നെ ഇടുന്നേ. രാവിലെ വന്ന് ഉപേക്ഷിക്കണം. കുഞ്ഞാച്ചാനും പോകേണ്ടിയിരിക്കും. ഞാനും കാപ്പി കുടിക്കാൻ പോകുന്നു. കാപ്പി
എന്നിട്ട് കാർ ഞങ്ങളുടെ കാറിൻ്റെ ആ ഒരു തിളക്കം കണ്ടോ? അതുകൊണ്ട് നമ്മളെ അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. ശരിയാ, ഇത് ഞാൻ കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ചായയാണോ കോഫി ആണോടാ? കോഫി 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 കോഫി. ഓക്കെ. മറ്റേ ഉമ്മറിൻ്റെ ഷർട്ട് പോലെ കൈ മസിൽ. രാവിലെ ഞങ്ങൾ കടയിൽ വന്നു. ചായക്കട അതിസുന്ദരമായ അസ്തർ മെഡിസിറ്റിയുടെ കാർ പാർക്കിംഗ്. രാവിലെ തന്നെ കാർ പാർക്കിംഗ് കണ്ടില്ലേ? വളരെ കുറവാണ്, വളരെ കുറവാണ്. രാവിലെ വളരെ ആള് കുറവാണ്. എൻ്റെ ഭാവത്തിൽ നിനക്കൊരു കോഫി കുടിക്കാൻ തോന്നി. അതല്ല, എനിക്ക് ബാഗ് ഊരാൻ വേണ്ടി. എന്താ ചായ വേണോ? എനിക്ക് ചായ വേണോടാ. ചായ വേണോ? ടീയാ? ഇതെന്താ സാധനം? ഒരു ഉഴുന്നോടെ കേട്ടോ. ഇതെന്താ സ്വീറ്റ്നയാണ്? ഇവിടെ വട്ടയപ്പം ഇല്ല, പക്ഷെ ഉണ്ട്. നിങ്ങൾക്ക് കാണുന്നുണ്ടോ? കാണുന്നവർ കമൻറ്റ് ചെയ്യും. ഇവിടെ ഉണ്ടായിരുന്നു, ഇപ്പം കാണുന്നില്ല. കാപ്പി വന്നു ഗുയ്സ്. യാ, ചേട്ടൻ കമ്മിങ്. ചേട്ടൻ വരുന്നല്ലേ? ചേട്ടൻ വെയിൽ ഭയങ്കര, അതുകൊണ്ടാണ് കാണാതെ. നമുക്ക് രാവിലെ ഒരു ടീ ടൈം ഉണ്ടോ? ടീ അല്ല കേട്ടോ, കോഫി കോഫി. ഇതെന്തായിരുന്നു? സ്വീറ്റ്ന അല്ലേ? സ്വീറ്റ്ന, ദാറ്റ് ഈസ് കോൾഡ് സ്വീറ്റ്ന. കോഫി ഉണ്ട്, കോഫി കോഫി കോഫി. 100% കോൺസ്റ്റബിൾ പ്ലാസ്റ്റിക്. സെറ്റ്. രാവിലെ ഞങ്ങൾ കാപ്പി കുടിച്ച് നടന്നുകൊണ്ട് പോവാം അല്ലേ? രണ്ടും ഒരുത്തനാണ് തോർത്ത് കൊടുത്തോണ്ട് മറ്റേ നമ്പൂതിരിയായിട്ട് അതുവഴി നടക്കുമായിരുന്നു. എന്റെ കറുത്ത തോർത്ത് എനിക്ക് കിട്ടിയില്ല. ഇവിടെ വെളുത്ത തോർത്ത് വ്യത്യാസമൊന്നുമില്ല. എല്ലാ ടോയ്ലറ്റിലും പോയി ഇരുന്നിരുന്ന് കറങ്ങി കറങ്ങി വരും. അല്ലേ കുളിക്കാത്ത നിന്ന് കുളിച്ചിട്ട് ഇറങ്ങും. സമയം കളയാ നീ. വീണ്ടും ആസ്തർ. നമ്മുടെ ആസ്തറിന്റെ വീഡിയോ കയറുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ ഇങ്ങനെയൊന്നും വരുമ്പോൾ വീഡിയോ എടുക്കൂല. പക്ഷെ ഇവന് വീഡിയോ എടുക്കാൻ മുട്ടിയിരിക്കുക. ഇങ്ങനൊരു ക്യാമറമാനെ ഫ്രീ ആയിട്ട് കിട്ടിയല്ലേ, അപ്പം ഞാൻ വിചാരിച്ചു എടുത്തോട്ടെന്ന്. എടുക്കുന്നത് മാത്രം എന്ത് പണിയാണ്? അത് കൂടെ ഇനി ഇവന്റെ തലയിൽ വെച്ച് കൊടുക്കും. ഒരു സമയത്ത് ഈ നവംബർ സമയത്തൊക്കെ ബാംഗ്ലൂരിലൊക്കെ മൊത്തം ചെടിയാ. ഇതല്ല, പുല്ലുല്ല് മരങ്ങളിൽ. നിനക്കറിയാം ഇലാമാപ്പഴം? അറിയത്തില്ല? ഇലാമാപ്പഴം അറിയത്തില്ല? നീ ഓൺലൈനിൽ ഓർഡർ ചെയ്യണം, കിട്ടും. ഇൻസ്റ്റാമാർട്ടിൽ ഓർഡർ ചെയ്താൽ കിട്ടും ഇലാമാപ്പഴം. മുടി വളരൂടാ. ഇലാമാപ്പഴം കൊച്ചിന് അറിയത്തില്ല. എല്ലാവരും ഒന്ന് കമന്റ് ഇട്ട് പറഞ്ഞു തരും കേട്ടാ. ഇലാമപ്പഴം എന്തുവാണ്? ഇലാമപ്പഴം മലയാളമാണോ? അതിന്റെ മലയാളം നല്ല സൂപ്പർ പഴമാണ്. അത് ഏറ്റവും കൂടുതൽ കഴിച്ചേക്കുന്ന മോഹൻലാലാ. അതുകൊണ്ടാണോ അങ്ങനെ ഇരിക്കുന്നത്? ആ, അതുകൊണ്ടാണ് സുന്ദരനായിട്ടിരിക്കുന്നത്. സ്പ്രിംഗ്ലർ വെള്ളം നിറഞ്ഞ സാധനം. ഇവൻ ഓരോ തവണ എടുക്കുന്ന വീഡിയോ 2 മണിക്കൂർ 3 മണിക്കൂറുണ്ട്. ഓരോ ദിവസവും എടുക്കുന്നത്. അതിൽ നിന്ന് വേണം ഞാൻ വെട്ടിച്ചുരുക്കാൻ. എത്ര ചുരുക്കിയാലും അതൊരു 40-50 മിനിറ്റ് കാണും. എന്ത് ചെയ്യാം? പണ്ടൊക്കെ ഉണ്ടല്ലോ വിച്ചു, ഒരു ദിവസം എടുക്കുന്ന വീഡിയോയിൽ പല കണ്ടന്റാണ്. എനിക്ക് അറിഞ്ഞൂടായിരുന്നു ഇത് ഓരോ കണ്ടന്റ് ഓരോ ദിവസം കൊടുക്കുന്നു. ഒരു വീഡിയോക്കകത്ത് കുറേ കണ്ടന്റ്. ഞാനങ്ങനെ എപ്പോഴും പറയാറില്ലല്ലോ സബ്സ്ക്രൈബ് ചെയ്യാൻ. പക്ഷെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം.
സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവർ ചെയ്യണം. കാരണം കല്യാണ വീഡിയോ ആർക്കും മിസ്സാവാൻ പാടില്ല. സബ്സ്ക്രൈബ് ചെയ്താലേ നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് വരുള്ളൂ. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് കല്യാണ വീഡിയോ ടൈമിൽ കിട്ടൂ. ലൈവ് ഇട്ടാൽ പോലും കറക്റ്റ് ആ ലൈവിൻ്റെ നോട്ടിഫിക്കേഷൻ വരണമെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിടണം. സബ്സ്ക്രൈബ് ചെയ്യും, ബെല്ലൈക്കൺ അടിച്ച് പൊട്ടിക്കും. അതൊന്നും വേണമെങ്കിൽ അത് കഴിഞ്ഞിട്ട് കല്യാണ വീഡിയോ കഴിഞ്ഞിട്ട് വേണമെങ്കിൽ അൺസബ്സ്ക്രൈബ് ചെയ്തു, എനിക്ക് കുഴപ്പമില്ല. ഞാനങ്ങനെ പറയാറില്ല. സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അങ്ങനെയുള്ള യാതൊരു പരിപാടിക്കും ഞാൻ നിൽക്കാറില്ല. ഇതുപോലെ എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ മാത്രമേ പറയൂ. കല്യാണ വീഡിയോ നിങ്ങൾ മിസ് ചെയ്യാൻ പാടില്ല. കണ്ടില്ലേ, ഞങ്ങളെപ്പോലെ 3 പേര് നടന്നു സന്തോഷമാവാൻ വേണ്ടിയിട്ട് ഇത്തിരി ഭംഗിക്ക് നടത്തുന്നത്. അപ്പോൾ നിങ്ങൾ മിസ് ചെയ്യാൻ പാടില്ല. നമ്മൾ വർത്താനം പറഞ്ഞാൽ അവൻ ചായ കൊടുക്കും. ഓക്കെ ആണ്ടേ, അപ്പോൾ തന്നെ ഒരു ഇൻ്റർനാഷണൽ കോള്. MR എടുക്കാൻ നമ്മൾ സ്വർണ്ണങ്ങളൊന്നും ഇടാൻ പാടില്ല. എന്തോ കീക്കി അതുകൊണ്ടെല്ലാം ഒരു ചെയ്യണം. ഇവനോട് മട്ടത്തില്ല. MRIയിൽ കയറാൻ പേടിയുണ്ട്, കൂടെ ആളെ കയറ്റാൻ പറഞ്ഞു. ഇവൻ കയറത്തില്ല. അതുകൊണ്ട് ഇവന് വേണ്ടി എനിക്കൊരു ബന്ധം. നമുക്ക് അവിടെ നിന്ന് പകുതി വരെ പോയിട്ട് വരാം. അവിടെ വരെ പോകും. ഇപ്പോൾ പൊടിച്ചു കൊടുക്കുന്നു. കുഞ്ഞോച്ചേട്ടൻ പറഞ്ഞു ചെല്ലു കൂട്ടോ. മൊബൈൽ ഫോൺ അകത്ത് കയറുന്നുണ്ടെങ്കിൽ കൂടെ കയറുന്നുണ്ടെങ്കിൽ വാച്ച് മറ്റുള്ളതായിട്ടുള്ള എല്ലാം മാറ്റാം. അതൊന്നും മാറ്റണ്ട. വാച്ച് മാറ്റാം. മൊബൈൽ ഫോൺ കോയിന് പോവാണ്ടോ? അവരങ്ങനെ പോയി ഗോയിഷ് പോന്നല്ലേ. ഇനി അവർ വരുമ്പോൾ നമുക്ക് കാണാം കേട്ടോ. ഇനി അവർ വരുമ്പോൾ വീഡിയോ എടുക്കാം. അങ്ങനെ അവർ MRI എടുത്തിട്ട് വന്നു കേട്ടോ. അവർ MRI എടുത്തിട്ട് വന്നു. ഞാനവിടെ പട്ടിണി പട്ടിണി. MRI എടുത്തിട്ട് വന്നിട്ട് ഞങ്ങൾ ക്രീം ബന്നും 2 ക്രീം ബന്നും പറയൂ. MRI എടുത്തിൻ്റെ ഒരു എക്സ്പീരിയൻസ്. കുഞ്ഞാനെ കൊണ്ട് പോയത് കാര്യമായി. അതാ ഇത്രയും അടുത്ത ആ സാധനം വന്നപ്പോൾ എനിക്ക് ആകെ ഒരു പേടി രണ്ടാണ്. കാരണം അത് കാര്യമില്ല. അപ്പോൾ ഉറങ്ങി പോകുമ്പം ഇതിനകം മൂവ് ആവുന്നുണ്ട്, മൂവ്മെന്റ് ഉണ്ട്. അപ്പോൾ ഉറങ്ങല്ലോ, ഉണർന്നിരിക്കാൻ പറയും. ഇവരിടയ്ക്കിടയ്ക്ക് കയറി വരും. ഞാൻ അനങ്ങുന്നുണ്ട്, ചൊറിയുന്നുണ്ട്, ചിരിക്കുന്നുണ്ട്. അപ്പോഴൊക്കെ ഞാൻ ചോദിക്കും, എൻ്റെ കൂടെ വന്ന ആളവിടെ, കൂടെ വന്നു. അപ്പോൾ ഒരു അവിടെ ഇരിപ്പുണ്ടോ. എനിക്കൊരു സമാധാനം. എന്താ നേരത്തെ എനിക്ക് കുഴപ്പമില്ലായിരുന്നു. ഈ പറയില്ലേ, താങ്ങാൻ ആളുണ്ടെങ്കിൽ നമുക്ക് എനിക്ക് ഭയങ്കര പേടി. ഇല്ല, ഒരു കുഴപ്പമില്ലായിരുന്നു. പക്ഷെ അതൊരു രസമാണ്, സംരക്ഷണമാണല്ലോ. വന്നോണ്ട് അവന് കൊള്ളാം. പക്ഷെ ഇറങ്ങി കഴിഞ്ഞപ്പോൾ എനിക്ക് തല ഇറങ്ങാൻ തുടങ്ങി. എവിടെ കയ്യെ പിടിച്ചിട്ടാവുന്നത്. ഇല്ലെങ്കിൽ ഞാൻ നേഴ്സിനെ കെട്ടിപ്പിടിച്ച് വരേണ്ടി വന്നേനെ. എനിക്ക് തല നന്നായിട്ട് തറങ്ങി. അപ്പോൾ എനിക്ക് എപ്പിലെപ്സിയുടെ പുതിയ മരുന്ന് സ്റ്റാർട്ട് ചെയ്തു. രാവിലെയും വൈകിട്ടും കൃത്യമായി ആരെങ്കിലും എടുത്തു തരുന്നവരുണ്ടെങ്കിൽ കൃത്യമായി കഴിക്കണമെന്ന് പറഞ്ഞു. തന്നെ സമയത്ത് കഴിക്കുന്നതാണെങ്കിൽ തന്നെ കഴിച്ചു. എടുത്തു തരാൻ ആളുണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ് ഒരാൾ കഴിപ്പിക്കുമ്പോൾ. അല്ലെങ്കിൽ ബെഡിൻ്റെ അടുത്ത് വെച്ചിരുന്നാൽ മതിയെന്ന് പറഞ്ഞ മരുന്ന്. എന്നാലും ചെറിയ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങളങ്ങനെ മെഡിക്കൽ സ്റ്റോറി വന്നു. പൂസ് കണ്ടവിടുത്തെ മെഡിക്കൽ സ്റ്റോറി ഉണ്ടോ? ബില്ലടച്ചിട്ടാണോ? ബില്ലടച്ചിട്ടായിരിക്കും. മരുന്ന് മേടിക്കാൻ പോവുകയാണ് ഗോയ്സ്. കിച്ചുവിന് ജോലിയായിട്ടുണ്ട് ഗൈസ്. ഈ ടോയ്ലറ്റിൽ പോകുന്നവരുടെ നിന്ന് ഡോർ തുറന്നു കൊടുക്കുക. 5 രൂപ 10 രൂപ. ഇപ്പോൾ പോയി എത്ര രൂപയുടെടാ? 1 രൂപ. ഉദ്ഘാടനം ആയതുകൊണ്ട് ഫ്രീ ആണ്. കിച്ചുവിന് ജോലി കൊടുത്ത ഞങ്ങൾ ആദ്യത്തെ 5 പേർക്ക് ഓഫറുണ്ട്. ആർക്കെങ്കിലും വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക. ആസ്തറിലേക്ക് വരിക. കിച്ചുവിൻ്റെ ഒക്കെ ഫ്രീയാണ്. കുറച്ച് കഴിയുമ്പോൾ അടുത്ത ടോയ്ലറ്റിൻ്റെ അവിടെ പോകും. ഇത് ഹൗസ്ഫുള്ളാകുമ്പോൾ. ഇപ്പം കുറേ നേരമായി ആർക്കോ വോയിസ് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുക. ആരാടാ അത്? സ്വിച്ചോ? ഓ
കുഞ്ഞാവൻ്റെ ഫോണിലൊന്ന് ബെല്ലടിച്ചാൽ സ്വിച്ച് ഓഫ് ആയ ഫോണൊന്ന് ബെല്ലടിക്കുന്ന കാണട്ടെ. ആ ഹലോ, നീ നിഷ്കളങ്കനാന്നുള്ള കമൻറ്റ് നീ തന്നെ പല ഐഡിയിൽ നിന്ന് ഇടുന്നുണ്ട്. ആ പല ഐഡിയിൽ നിന്ന്. നിനക്ക് ടേബിൾ എവിടെ? ചില്ലറ വെക്കുന്ന ടേബിള് ഇവിടെ ഇരിക്കുമ്പോൾ. എടാ നല്ലൊരു പരിപാടിയാടാ. ഞാൻ എല്ലാവരും നിൽക്കുമ്പോൾ ആദ്യം ഞാനൊരു 5 രൂപ വന്നിട്ട് കയറാം. അപ്പോൾ ഇത് കാണുമ്പോൾ എല്ലാവരും പിന്നാലെ വരുമ്പോൾ തരും. 5 ആണോ 10 ആണോ? 2 കൂടെ ചേർത്ത് 15. ഓഫറുണ്ടോടാ? ഫാനാന്ന് പറഞ്ഞ ഓഫറുണ്ട്. എന്താ ഓഫർ? അയ്യോ ധൈര്യം വിളിക്കുന്നു. ഞാൻ കുഞ്ഞാവൻ്റെ ചെവിയിൽ ഒരു കുരു പൊട്ടിച്ചേട്ടാ. ചോര വരുന്നുണ്ട്. ചോര നിന്നെന്ന് തോന്നുന്നു. കുഞ്ഞാ തീർന്നു ചോര. ഒറ്റ കുത്ത് അവനെ ഒറ്റയല്ല. അടുത്ത ആൾ കയറിയിട്ടുണ്ട്. ഇതോടെ ആകുമ്പോൾ കിച്ചുവിന് 20 രൂപ. ഒരു കോഫിക്കുള്ള പൈസയില്ലേ? അതെ, ഇവൻ കുറേ സമ്പാദിക്കുമെന്ന്. അടുത്ത റീചാർജിനുള്ള തരാടാ. നിന്റെ ബ്രാഞ്ച് ഉണ്ടോ അപ്പുറത്ത്? അതെ, അവ സ്വന്തമായിട്ട് പണിയെടുത്ത് മേടിച്ച ഫോണാണ്. സ്വിച്ച് ഓഫ് ആണെങ്കിലും ഇങ്ങനെ ഓണായിരിക്കും. അതിൻ്റെ EMI അവൻ തന്നെ അടയ്ക്കുന്നത്. നല്ല രീതിയിൽ ക്യാമറ ഒക്കെ എടുത്തുകൊണ്ട് നിൽക്കുവാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ക്യാമറ ഒക്കെ എടുത്ത് ഇവന് ഞാനൊരു ശമ്പളം കൊടുക്കും. എന്നിട്ട് ശമ്പളമുണ്ട്. എന്നിട്ട് ഓരോ ദിവസവും ഞാൻ കട്ട് ചെയ്യും ഇവൻ്റെ ഓരോരോ തെറ്റുകൾക്ക്. അവസാനം ഇവൻ്റെ അച്ഛനോട് പറഞ്ഞ് ലോൺ എടുത്ത് എനിക്ക് തരും. കാരണം എന്താ? ശമ്പളം വെട്ടി ഒന്നുമില്ല ബാക്കി. ഇങ്ങോട്ട് തരാനുണ്ട്. അതെ, നീ കാണിക്കുന്ന കുരുത്തക്കേടിന് എനിക്ക് ഇങ്ങോട്ട് പൈസ തരണം. കുഞ്ഞാവിനെ അങ്ങ് പിരിച്ചു വിട്ടാലോ? കുഞ്ഞാ നമുക്ക് ഇവനെ അങ്ങ് അപ്പോയിൻമെൻറ്റിന് മുന്നേ പിരിച്ചു വിട്ടാലോ? നോക്കണ്ട, ആ കുരു ഞാൻ പൊട്ടിച്ചു. അത് ഞാൻ പൊട്ടിക്കണോ? ആ കയ്യിലെ പേര് കിടന്ന് തിളങ്ങുന്ന കണ്ട ഇന്ത ഭയം ഇരിക്കണം. ആരെ കണ്ടാലും ഇതിങ്ങനെ കാണിക്കണം. അല്ല, ഏത് പെൺകുട്ടികളെ കാണുമ്പോൾ ഇതിങ്ങനെ കാണിക്കണം. നിന്റെ കഴുത്തേക്കൂടെ ഒരെണ്ണം ഇടാൻ പോവാ ഞാൻ. അതെങ്ങനെ ഉണ്ടാവും? അത് നല്ലൊരു പരിപാടിയാണ്. കുറച്ച് സാമ്പത്തിക സഹായത്തിൻ്റെ ആവശ്യമുണ്ട്. അതുകൊണ്ട് കിച്ചുവിനെ തട്ടിക്കൊണ്ട് പോവാ ഞങ്ങൾ. വല്ലതും കിട്ടുമോടാ? കിട്ടുമോ? തുമ്പി പോക്കറ്റ് മണിയോ 2 സ്കെച്ച് പെൻസിലോ വല്ലതും തരും. അപ്പം ആ പ്രതീക്ഷയും പോയി. ഞങ്ങൾ കിച്ചുവിനെ കൊടുക്കാൻ ആർക്കെങ്കിലും വേണോ? ലേലം വിളിച്ചോ കമൻറ്റ് സെക്ഷനിൽ. കിച്ചുവിനെ ഞങ്ങൾ കൊടുക്കുക കേട്ടോ. കമൻറ്റ് സെക്ഷനിൽ നിങ്ങൾ ലേലം വിളി. ലേലം ഉറപ്പിച്ചാൽ ഞാൻ കൊണ്ടുതരാം. അങ്ങോട്ട് കൊണ്ടുതരും. ലേലം ഉറപ്പിച്ചു കഴിഞ്ഞാൽ അങ്ങനെ വേണം. എന്നാലേ കൊടുക്കുള്ളൂ എന്നാ അവൻ പറയുന്നത്. ഫോളോ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, എന്നാലേ അവനെ കൊടുക്കുള്ളൂ എന്ന്. അതൊന്നും വേണ്ട, ഞാൻ തന്നേക്കാം. ഒറ്റ കണ്ടീഷൻ, തിരിച്ചു തരരുത്. ഡാമേജ് ഐറ്റം കൊള്ളത്തില്ല, കണ്ട പോലെ അല്ല, കാണുന്ന വീഡിയോയിൽ കണ്ട പോലെ അല്ല ഒറിജിനൽ കൈ കിട്ടിയെന്ന് പറയരുത്. എടുത്ത സാധനം എടുത്തത്, എക്സ്ചേഞ്ച് ഇല്ല, ട്രയലില്ല, എക്സ്ചേഞ്ച് ഇല്ല. ഇതൊക്കെ നേരത്തെ പറഞ്ഞേക്കാം. പിന്നെ ഒരു കാര്യം കിട്ടണം, ഇവൻ എൻ്റെ ഫോൺ എടുത്തിട്ട് ഇൻസ്റ്റാഗ്രാമിൽ ഈ കാണുന്ന ഇവനും ഞാനുമായിട്ടുള്ള ഫോട്ടോ ഇവൻ തന്നെ ഇടുന്നതാണ്. ഇതിട്ടപ്പം കൊച്ചുണ്ടല്ലോ ഇവൻ്റെ അനിയത്തി തുമ്പി, അവളെത്രയാണ് 5-ലോ 5ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഇവനും അനിയത്തിയും തമ്മിൽ 10 വയസ്സ് വ്യത്യാസമുണ്ട്. അവൾ വിളിച്ചിട്ട് ഇവൻ്റെ അടുത്ത് പറഞ്ഞു, ചേട്ടാ എൻ്റെ ഫോട്ടോ എന്ത്? അവളും ഞാനുമായിട്ട് എടുത്ത ഫോട്ടോ ഉണ്ട്, ക്യാമറമാൻ്റെ അത് വാങ്ങിക്കുമെന്ന്. ഇവൻ പറഞ്ഞു 18 വയസ്സിൽ താഴെയുള്ള പിള്ളേർ ഫോട്ടോ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ട് കഴിഞ്ഞാൽ എന്താ പോലീസ് പിടിക്കും, ഡാൻസ് ക്ലാസ്സിനൊന്നും പോകാൻ പറ്റില്ല, നീ ചെറുക്കൻ ആ കൊച്ചിനെ പറ്റിച്ച് വെച്ച്. എൻ്റെ ഫോട്ടോ എടാ അവളും ഞാനോടുള്ള എടുത്തിട്ടിടുന്നതാണ്. അത് പാവം ആകെ ജീവിതത്തിൽ 1-2 ആഗ്രഹങ്ങളെ എന്നോട് പറഞ്ഞു. അല്ലേലേ അവൾക്ക് ഇവ ഇങ്ങനെ കറങ്ങി നടക്കുന്ന അത് പാവം പോകാൻ പറ്റാത്തതിൻ്റെ വിഷമമുണ്ട് അവൾക്ക്. അതിനി വളർന്ന് ഏത് കാലത്ത് ഈ പ്രായത്തിലെത്താനാണ്? ഇപ്പം കൊച്ചു കളിയാണ്, കിടുവായിട്ടുള്ള കമ്പനിയാണ്. ഇച്ചിരി വലുതാകുമ്പോഴത്തേക്ക് പിന്നെ കുറച്ചും കൂടെ സുന്ദരിയായെന്നൊരു തോന്നൽ വരും. പിന്നെ സ്വന്തം യൂട്യൂബ് ചാനൽ വരും, ഇൻസ്റ്റ പേജ് വരും. കൊച്ചിനെ കളയുന്നുണ്ടോ? എന്തായിരുന്നു പുഞ്ചിരിക്കുന്നത്? നിന്നെ കൊടുക്കണോ? നിന്നെ ഞാൻ കൊടുക്കില്ല. 1 കോടി രൂപ തരാമെന്ന് പറഞ്ഞാൽ ഞാൻ കൊടുക്കില്ല. എന്തേ, നിനക്ക് സംശയമുണ്ടോ? 1 കോടി ആരും തരൂല്ല, അത് വേറെ കാര്യം. എന്ത് തരാമെന്ന് പറഞ്ഞാൽ ഞാൻ നിന്നെ കൊടുക്കില്ല.
ഇവൻ കുറേ നേരമായി കേട്ടാ. ഒരു 20-25 അക്കൗണ്ടിലും കാണും. കാരണം എനിക്ക് കമൻറ്റ് കണ്ടിട്ട് ഇവൻ തന്നെയാണെന്നാണ് തോന്നുന്നത്. കിച്ചുവിന് കല്യാണം ആലോചിക്കട്ടെ എന്നൊരു കമൻറ്റ് മലപ്പുറത്തുനിന്ന്. അതും ഇവൻ തന്നെയല്ലേ എന്ന് എനിക്ക് സംശയമുണ്ട്. നിങ്ങൾക്കൊക്കെ വീട്ടിലെ അല്ലാത്ത വീഡിയോ ആയതുകൊണ്ട് ബോറടിക്കുന്നുണ്ടോ എന്ന് പറയണേ. കുടുങ്ങിയോ? അയ്യോ ഒരു ചേച്ചി കുടുങ്ങി. എടാ നീ രക്ഷിക്കേ. അകത്തോട്ടല്ലേ തുറക്കണ്ടേ? തുറന്നോളൂ കുഞ്ഞാ. ഇല്ലടാ തുറന്നോ ഒന്നും പറയൂല. ചിലപ്പോൾ പറഞ്ഞേനെ. എടാ കസ്റ്റമർ ഇല്ലടാ. ഒരു കാര്യം ചെയ്യാലോ, ഒരു പെയ്ഡ് പ്രൊമോഷൻ ചെയ്താലോ ടോയ്ലറ്റിൻ്റെ. പെയ്ഡ് പ്രൊമോഷൻ. അവൻ ആക്ടർ. പിക്കപ്പ് ലൈൻ പറയണം. പിക്കപ്പ് ലൈൻ ഇപ്പോൾ പറയുന്നതായിരിക്കും ഇതിനെപ്പറ്റി. റൂമിൽ നിങ്ങൾക്കൊക്കെ നമ്മൾ വീട്ടിലെ വീഡിയോ അല്ലാണ്ട് ആശുപത്രിയിലെ വീഡിയോ ഒക്കെ കണ്ട് ബോറടിച്ച് തുടങ്ങി. ഞങ്ങൾ ഇന്ന് തിരിച്ചു പോകും. അവൾ വീഡിയോ എടുക്കുവാണെങ്കിൽ പിന്നെ ഞാൻ എടുക്കൂല. കാരണം ഒരേപോലത്തെ കണ്ടൻറ്റിനോട് എനിക്ക് താല്പര്യമില്ല. അവളും വല്ലപ്പോഴും അല്ലേ വരുന്നത്. അവൾ വരുമ്പോൾ അവൾ എടുത്തിട്ടോട്ടെ. അവളെടുത്തതിൻ്റെ ബാക്കിയുള്ളപ്പോൾ നമുക്ക് എടുക്കാം. ഇപ്പം എന്താണെന്ന് വെച്ചാൽ ഞാനും കിച്ചു ഉള്ള കണ്ടൻറ്റ് വെച്ച് ഞങ്ങളങ്ങ് അഡ്ജസ്റ്റ് ചെയ്യുക. ഇവനെ ഞാൻ മറച്ചു വയ്ക്കും ഏതെങ്കിലും യൂട്യൂബറിന്. അപ്പോൾ എല്ലാവരും കമൻറ്റ് ഇടണം കേട്ടോ, എത്ര രൂപയ്ക്ക് നിങ്ങൾ കിച്ചുവിനെ എടുക്കുമെന്നുള്ളത്. പിന്നൊരു കാര്യം, ഫ്രീ ആയിട്ട് വന്നാലും വേണ്ടാന്ന് പറയല്ല. കിച്ചുവിന് വിഷമാവും കേട്ടോ. സത്യം ഇതാണ്. ഇപ്പൊ ചിരിക്കുന്നു. അവൻ കാരണം കുറേ പേര് ചുറ്റുപാട് കാണുന്നുണ്ട്. അതുകൊണ്ട് അവൻ്റെ ഫാൻസിന് വിഷമം. സത്യം പറഞ്ഞാൽ ഇവനെ കുഞ്ഞായിരിക്കുമ്പോൾ വരുമായിരുന്നു. ഇവൻ ഓർമ്മയുണ്ട് കല്ലുവിൻ്റെ കൂടെ മീൻ പിടിക്കാൻ പോയതും അതുവഴി ഇതുവഴി തട്ടുകടയിൽ പോയതും ആറ്റി പോയതും എല്ലാം അവൻ ഓർമ്മയുണ്ട്. സിൽക്ക് പുഴുവോ? ആ സിൽക്ക് വേം. ഏതോ കണ്ണ് തണ്ണിമത്തം തിന്ന നാട്. ആ അവരൊന്ന് യൂട്യൂബിൽ കണ്ടിട്ടില്ല. ദീപചേട്ടൻ്റെ കല്യാണത്തിന് വന്നിട്ടില്ല. വന്നോ നീ? ആണോ? അടാണ്ട് കല്യാണത്തിന് നീ ഉണ്ടായിരുന്നോ? ഇപ്പം വള്ളി നിക്കറല്ലായിരുന്നു തോന്നുന്നു. അതുകൊണ്ട് എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റില്ല. ആണെന്ന് തോന്നുന്നു. ഞാനിങ്ങനെ ബന്ധു വീട്ടിൽ പോകുമ്പോൾ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പം എൻ്റെ വിചാരം എന്താ പറയുക, ഇവൻ ഭയങ്കര ജാട ചെറുക്കനാണ്, ഒരു ജാട തെണ്ടിയാണെന്നാണ് ഞാൻ വിചാരിച്ചത്. അതുകൊണ്ട് ഞാൻ മൈൻഡ് ആക്കൂലായിരുന്നു. പക്ഷെ അവൻ അച്ചാച്ചിയുടെ കൂടെ കല്യാണം പ്രമാണിച്ച് വന്നപ്പോൾ എനിക്ക് മനസ്സിലായിരുന്നു നിഷ്കുവാണ്. എല്ലാവരും ഒരു നിഷ്കളങ്കനായ പയ്യനാണ്. കാലം മാറി, 90s കിഡ്സൊക്കെ മാറി. പക്ഷേ അവനിപ്പോഴും ഒരു പാവം വെച്ചാണ്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ അടുപ്പിച്ചേക്കുന്നത്. ഇല്ലെങ്കിൽ ഞാൻ എപ്പോഴും ഇവനെ പറപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ നോക്കും എൻ്റെ വൈബുമായിട്ട് ഒത്തുപോകുമോ, അത് ഭയങ്കര ജാടയാണോ, അതായത് നമ്മളെന്താ പറയുന്നത്, വീട്ടിലിറങ്ങിയാൽ പൊടിയടിക്കും, കാലിൽ ചെളി പറ്റും, അങ്ങനെയൊക്കെയുള്ളൊരു മെൻറ്റാലിറ്റിയാണ് ഇവണെങ്കിൽ ഇവനെ ഞാൻ എപ്പോഴും കൊണ്ട് കളഞ്ഞിട്ടുണ്ടായിരുന്നു. ചെളിയിൽ ഉരുട്ടിയിട്ട് പെരട്ടി ചവിട്ടി പുറത്താക്കിയിട്ടുണ്ടായിരുന്നു. ആര് സുലഭമയോ? ആ ഹറാമാണോ എന്ന്? എൻ്റെ കൊച്ചിപ്പോൾ എന്തോട് പോകണമെന്നോ വന്നിട്ട് കുറേ നേരമായി. കുഞ്ഞിതെന്തോ സംഭവം. നിന്നെ അസസ്മെൻറ്റിന് വിളിച്ചില്ലേ? അതാണ് അത് പോയി നോക്കുമോ? അവർ വിളിക്കും. എന്നാൽ പിന്നെ 2 മണിക്ക് ഷോ ഡോക്ടറെ കണ്ടാൽ പോരായിരുന്നോ? കുഞ്ഞാ ഞാൻ എന്നാൽ പോയി ഉറങ്ങട്ടെ വണ്ടിയിൽ. എനിക്ക് ഉറക്കം ഇങ്ങനെ മിസ് ചെയ്യും. ഡോക്ടർ പറഞ്ഞു എന്നോട് ഉറക്കളക്കല്ലേ, രാവിലെ പതുക്കെ എണീക്കുക, രാത്രി നേരത്തെ കിടന്നുറങ്ങുക, കൃത്യമായി മരുന്ന് തരാൻ, കൃത്യമായി മരുന്നെടുത്ത് കഴിക്കുമെന്ന് ചോദിച്ചു. ഇല്ലെങ്കിൽ കൃത്യമായി മരുന്നെടുത്ത് തരാൻ പറ്റിയ ആരെങ്കിലും ഉണ്ടോയെന്ന്. 17-ാം തീയതി വരെ എൻ്റെ സുലുവമ്മ തരും. 17-ാം തീയതി തൊട്ട് ആരാ തരുന്ന മരുന്ന്? ആണോ? നീ പിണങ്ങി പോണോ? ഞാൻ പിണങ്ങി പോണോ? ഞാൻ മുമ്പ് ഒന്ന് പിണങ്ങിപ്പോയായിരുന്നു. പിന്നെ പുറകെ ഒന്ന് വിളിച്ചാൽ ഞാൻ പിണങ്ങി പോണോ? വേണ്ട, ഇതിനകത്ത് വഴി തെറ്റി ഇന്നലെ വാളി പോയി കുടുങ്ങിയ ആളെ തപ്പ. ഞാൻ കുടുങ്ങിയല്ല, ഞാൻ ബില്ലടയ്ക്കാൻ പോയതാ. ഞാൻ മൈക്കുണ്ട് ഇവിടെ. ഞാൻ വേണേ പറയട്ടെ, സീതത്തോട് നിന്നും വന്ന വകതിരിവില്ലാത്ത 2 പിള്ളേരെ, അല്ല വരവര ടീഷർട്ടും പിന്നെ എന്തോ വെട്ടിക്കുത്തുള്ളൊരു ടീഷർട്ടും ഇട്ട 2 പിള്ളേർ, കണ്ടാൽ അരപ്പിരിയാണെന്ന് തോന്നുന്ന 2 പിള്ളേർ എത്രയും പെട്ടെന്ന് സ്റ്റാൻഡിൻ്റെ മുൻഭാഗത്ത് പാർക്ക് ചെയ്യുക.
ആദ്യം 1-2 ദിവസത്തെ കുഴപ്പമുള്ളൂ, പിന്നെ ഞാൻ തന്നെ ഓർക്കും. എൻ്റെ കാര്യം നോക്കാൻ എനിക്കറിയാം. എനിക്ക് ആരും മരുന്ന് എടുത്തിട്ടുണ്ട്. എൻ്റെ കിറ്റും എനിക്ക് എടുത്തു തരും. എനിക്ക് 1 മാസത്തെ മരുന്ന് തന്നുള്ളൂ. എൻ്റെ 1 മാസത്തെ മരുന്ന് തീർന്നിട്ടേ കിറ്റ് പോകുന്നുള്ളൂ. ലേച്ചു ആ ചിരിയുടെ അർത്ഥം എന്താ? അതേ പുച്ചച്ചിരിയാണോ ഞാൻ ഈ മോന്തയ്ക്കും കണ്ട്? ഈ കുഞ്ഞാവയോട് കൂടി നിനക്ക് ഇതിരി പുച്ചച്ചിരി കൂടിയിട്ടുണ്ട്. നിന്നെ പിരിച്ചു വിടണോ? ഇവൻ്റെ വായിൽ നാക്ക് പോലും ഇല്ലാത്ത ചെറുക്കനായിരുന്നു. ഇവിടെ വന്നവന് വർത്താനം തുടങ്ങി. ഇപ്പം നിർത്താറില്ല. ഏത് കമന്റാ നിന്നെ കല്യാണം കഴിപ്പിക്കുന്നതിൻ്റെ? ഓ കള്ള. കണ്ടോ ആ പണിതാണ്. വട്ടം കൂട്ടാം വട്ടം. ഇങ്ങോട്ട് നോക്കൂ. ആരെവിടെ പറഞ്ഞാലും എനിക്ക് ശബരിമല വരെ പോകണം, വണ്ടി കിട്ടത്തില്ല, ഞങ്ങളെ പെട്ടെന്ന് ഇവിടെ പറയാം. ഞങ്ങൾ അയ്യപ്പൻ്റെ സ്വന്തം ആൾക്കാരാണ്. എന്നിട്ട് പറഞ്ഞു ഡോക്ടർ വരുമ്പോൾ എന്നെ ഒന്ന് വിളിക്കുക, ഇതാ എൻ്റെ നമ്പർ. ദേവരനെ വണ്ടിയിലിരുന്ന് ഞാൻ ഉറങ്ങുവാണെങ്കിൽ അമ്മൂൻ്റെ വീട്ടിൽ ചെല്ലുമ്പോൾ എന്നെ വിളിച്ചോ എല്ലാം എടുക്കാതെ കൊച്ചിനെ എടുത്ത് എൻ്റെ കൂടെ എന്നിട്ട് നമ്മൾ ഉറങ്ങും. ഞാൻ സീത്തോടെ ഇരുന്ന് ഡ്രൈവർ ആ ഞാൻ ഓടിക്കാം. തിരിച്ചു പോകുമ്പോൾ ഞാൻ ഓടിക്കാം. അത് ഡ്രൈവറോട് പറഞ്ഞു. എന്നോട് പറയും വണ്ടി ഇടത്തോട്ടോ. പിടിച്ചിടുക സാനിറ്റൈസറിനോ കുറച്ച് പതപ്പിച്ച് കുളിപ്പിച്ച്. എന്ത് പൈസ ആൾക്കാരെല്ലാം പറ്റിക്കോ? പിക്കപ്പ് ലൈൻ ഇല്ല. എല്ലാരും കൂട്ടി പറഞ്ഞു കേട്ടോ, കൂട്ടി പറഞ്ഞേക്ക്. നിങ്ങൾ കമന്റ് ചെയ്യണം കേട്ടോ. അതേതാ ഭാഷ? അതേത് ശരിക്കും ഭാഷ? ആ പറഞ്ഞു ഏതാ ശരിക്കും ഭാഷ? ഉണ്ടോ ഒരു ചെറിയ പഞ്ചാബിയുടെ ലുക്ക്. ആ പഞ്ചാബിയുടെ ലുക്ക്. തലയിലൊരു കെട്ടോടായി സെറ്റായി. നിതീഷ് കുമാർ നിതീഷ് കുമാർ പാത്തോട്ട് പോകും. നമുക്ക് ഇവിടം വരെ പോകാം. നമുക്ക് ഇവിടം വരെ പോകാൻ പറ്റും. അവർ പോയിട്ട് വരട്ടെ. ടാറ്റാ. ഹോസ്പിറ്റലിലെ ആസ്റ്റർ ഐ ഡി ചോദിച്ചപ്പോൾ ഈ ചെക്കന് ഇൻസ്റ്റയുടെ ഐ ഡിയാണ് കൊടുക്കുന്നത്. ആശുപത്രിയിലെ ഐ ഡി ചോദിച്ചിട്ട് മ്ലേച്ചൻ. എന്നിട്ട് ഇതിന് ഇതൊക്കെ എടുത്തിട്ട് പോകുന്നവൻ എന്നെ ഒട്ടിക്കാൻ പോവാം. ഗൂഗിൾ പേ എന്താ എൻ്റെ സ്കാനർ ഒട്ടിക്കാൻ പോവാം.
എല്ലാത്തിലും ഞാൻ കാശുകാരനാണ്. ആവോ നോക്കിയിരുന്നോ? മെസ്സേജിൽ ചീത്ത വന്നാലും കേൾക്കാൻ പറ്റും. ഇതെന്താ ഈ ബോഡി കൊണ്ട് ഇതേണ്ട അവനെ കാണാൻ പറ്റുന്നില്ല. എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു, പക്ഷെ ഒരുങ്ങുവാ. നിനക്ക് ഉറക്കമൊന്നും വരുന്നില്ലടാ. നിനക്ക് അമ്മയെ കാണാൻ തോന്നുന്നുണ്ടോ? അമ്മയെ കാണാൻ, അച്ഛനെ കാണാനൊക്കെ തോന്നുന്നുണ്ടോ? അമ്മയെ കാണണോ? അച്ഛനെ കണ്ടാൽ മതി. നിന്റെ അമ്മ കാണുവാടാ ഇത്. നിനക്ക് ഇത്ര ആരാധികമാരെ കാണണോ, അമ്മയെ കാണണോ, അച്ഛനെ കാണണോ? കൺഫ്യൂഷൻ. നമ്മൾ 36. ആശുപത്രിയിൽ കണ്ടന്റ് ഉണ്ടെന്ന് എനിക്ക് ഇവൻ വന്നപ്പില്ല മനസ്സിലായേ. എടാ പോയി സുന്ദരികളായ സ്ത്രീകളെയൊക്കെ എടുത്തിട്ട് വേ. ചേട്ടന്മാരെയും കൂടെ എടുത്തു. ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു എൻ്റർടൈൻമെൻറ്റ് വേണ്ടേ. നബടി സുന്ദരികളായ സ്ത്രീകളെ എടുത്തു. സുന്ദരികളായ സ്ത്രീകളെ എനിക്ക് മനസ്സിലായി. ചിരിക്കുന്നു. സുന്ദരികളായ അതാരാ? എനിക്കറിയത്തില്ല. എനിക്കറിയത്തില്ല. തിരിഞ്ഞില്ല. സുന്ദരികളായ സ്ത്രീകളെ എടുക്കാൻ എന്നെ തന്നെ ഞാൻ പറഞ്ഞുതരാൻ കേട്ടോ. നമ്മുടെ ടോക്കൺ 36. പുള്ളി നിന്നങ്ങ് തിരിഞ്ഞു നോക്കും. ഞാൻ നാണം കിട്ടും. നമ്മുടെ ടോക്കൺ 36 ആകുമ്പോൾ ഇതിൻ്റെ അകത്ത് ഇങ്ങനെ ലൈറ്റൊക്കെ പച്ച മഞ്ഞല്ലേ. അത് ഇങ്ങനെ എന്തോ സംഭവം കേട്ടോ. അമ്മ കോഴിക്ക മെഴുക്ക് വരട്ടി വെച്ചു, മീൻ വറുത്തു, മോര് കാച്ചാൻ പറഞ്ഞിട്ടുണ്ട്. ചോറിനും കൊതിയാവും. നമ്മൾ ചോറിനിട്ടാ പോകുന്നത്? രാത്രി ഇല്ല, എല്ലാം വെച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ ആവേശം നമ്മൾ ചോറിനിട്ടാണോ പോകുന്നത്? ചോറുണ്ട് കുറച്ച് ഉറങ്ങിയിട്ടാണോ പോകുന്നത്? പോരെ എനിക്ക് നേരത്തെ പോകും. നമുക്ക് ലുലുമാളി പോണ്ടേ സ്പ്രേ മേടിക്കാൻ? സ്പ്രേ മേടിക്കാൻ അതാണ് സാധനം. എൻ്റെ ഉണ്ട് ദാണ്ടേ. ഇവനെ വണ്ടി രണ്ട് വൗച്ചർ. ഇവനെ വണ്ടി കൊടുത്താൽ കൂട്ടാ. ഞാൻ പോയിട്ട് കാര്യം. പൈസ കൊടുത്താൽ കൂട്ടാലോ. എൻ്റെ നമുക്കിതെല്ലാം കൂടെ കൂട്ടി വെച്ച് കൊടുക്കാം. എന്ത് പറ്റിയെന്നറിയാവോ? നമ്മൾ MRI സ്കാനിന് ഇച്ചിരി പൈസ ഒക്കെ വിചാരിച്ച് 14,480 രൂപ. 3 മണിക്കൂർ ഉറങ്ങിയാൽ എത്രയില്ലേ? ബാഗും പേഴ്സും എല്ലാം കൂടെ അരിച്ച് പെറുക്കി നുള്ളിപ്പെറുക്കി കൊടുത്തു. കാരണം എന്താ പറയുക, ഫോമൊക്കെ സ്റ്റൈലിലങ്ങ് ഫില്ല് ചെയ്യും. ഞാൻ 5,000-6,000 ഒക്കെ പ്രതീക്ഷിച്ചായിരുന്നു. വല്ലാത്തൊരു പോക്ക്. അതുകൊണ്ട് ഞാൻ കയറിയ സമയം മൊത്തം അങ്ങ് ഉപയോഗിച്ചു. 1 മിനിറ്റ് പോലും വെറുതെ കളഞ്ഞില്ല. നോക്കുന്നു നമുക്ക് ഒളിച്ചിരിക്കാൻ. നമ്മുടെ നമ്പർ ആയില്ല കേട്ടോ. നമ്പർ എത്ര ആയതുള്ളൂ. ഇതിൻ്റെ അകത്ത് നമ്മുടെ മരുന്ന് ഏതാണെന്ന് കമൻറ്റ് ചെയ്യൂ ഗോയ്സ്. ആലോചിക്കേണ്ടിയിരിക്കും. എല്ലാം കൊള്ളാം, പക്ഷേ ബില്ല് കൊള്ളാം. അപ്പം എല്ലാവരും ചോദിക്കും ഇങ്ങോട്ട് വന്നത്. ഞാനിപ്പോൾ അത് ആലോചിക്കുന്നത്. എപ്പിലെപ്സിയുടെ സ്പെഷ്യലിസ്റ്റിൻ്റെ അടുത്താണ് ഞാൻ വന്നത്. അപ്പോൾ പിന്നെ ഇവിടെ വരുന്നത്. അത് ശരിയാണ്. അത് വളരെ വളരെ ശരിയാണ്. ഞാൻ വല്ലായിരുന്നേ എന്ന് മറന്നു പോയി. മരുന്നൊക്കെ എവിടെയൊക്കെ ആയിരിക്കും. വേറെ വല്ല എന്നാലും ഞാൻ മറക്കും. എല്ലാം കൂടെ കാണുമ്പോൾ നമുക്കൊരു കണ്ണിനൊരു മഞ്ഞളിപ്പ്. മഞ്ഞളിച്ച് അവരെ ഇവിടെ നിന്ന് ഇറക്കി വിടുമല്ലേ. കണ്ടോ, അതായത് നമ്മുടെ ഈ ആസ്തർ മെഡിസിറ്റിയിൽ 31 കഴിഞ്ഞാൽ 34 നമ്പർ അടുത്ത്. പിന്നെ വെച്ചാൽ മറ്റേ ഇൻഹെയിലർ അതുണ്ട്. അപ്പം അതെങ്ങനെയാണ് പഠിപ്പിച്ചു കൊടുക്കുക. അതിനെക്കുറിച്ച് പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. പിന്നെ ചേട്ടാ മനസ്സിലായോ എന്ത് പറഞ്ഞേന്ന്? മനസ്സിലായോ? ഞങ്ങൾ രണ്ടുപേരോടൊന്ന് പഫ് എടുക്കുന്നു. പഫ് കുടിക്കുക, വെള്ളം കുടിച്ചു. ഞാൻ ഉത്തരവാദിത്തമുള്ള കുടുംബിനെ നമുക്ക് അറിഞ്ഞൂടാ. കുടിക്ക് ചേട്ടാ, കുടിക്ക്. അതാണോ സുന്ദരനാണ്? ഇല്ല, കമന്റ് വന്ന് കിച്ചു ചിരിക്കുന്നതാണ് നല്ല ഭംഗിയുണ്ടോ? ആ ചിരി എന്നെ ഒന്ന് കാണിച്ച്. നാച്ചുറലായിട്ടും ചിരിച്ചേ. ചിരിക്കേ, നിനക്ക് പറ്റും. ചിരിക്കേ, ചിരിക്കടാ. അയ്യേ
നീ എപ്പോഴേലും ചിരിക്കുമ്പോ ഞാൻ പിടിച്ചോളാം. ഐ നമുക്ക് ഈ കാറൊക്കെ പുതിയൊരു കാറൊക്കെ മേടിക്കണ്ടേ? ഞങ്ങളിനി കാറിൽ കയറി പോകും. മരുന്ന ഇത് മൊത്തം അവ പോക്കറ്റ് കൈ കണ്ടോ കണ്ടോ ആറ്റിറ്റ്യൂഡിൽ. ശരി നല്ലൊരു കുടുംബിനിയുടെ ചുമതലയാണ്. ഭാര്യയുടെ ചുമതല അത് പറഞ്ഞുകൊണ്ട് ഞാനങ്ങ് അതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ പിടിച്ചു. എന്നാ ചേട്ടൻ പിടി. അതെനിക്ക് സൂചിച്ച് ചേട്ടൻ പിടി. എടാ എനിക്ക് MRI എടുക്കാനാ വന്നത്. കുഞ്ഞാൾക്ക് ശ്വാസം കേരളത്തിലുള്ള ശ്വാസം അവന് പോരാൻ, അവന് കൃത്രിമ ശ്വാസം വേണം. കൃത്രിമ ശ്വാസം കിട്ടുമെന്നോർത്ത് അവൻ സിസ്റ്റർമാരുടെ അടുത്ത് നിന്ന, പക്ഷെ കൊടുത്തില്ല. പറ്റിച്ച് ഇൻഹേലർ കൊടുത്ത് പറ്റിച്ച്. നീ മയങ്ങി വീഴ. ആരുടെ കൃത്രിമ ശ്വാസം തരാൻ ഞാൻ പറയാം. നല്ല ചേട്ടന്മാരൊക്കെ ഇല്ല, നല്ല നല്ല ചേട്ടന്മാർ ഓടി വരുന്നു കൃത്രിമ ശ്വാസം. ഇറങ്ങി ഞങ്ങൾ നേരെ എവിടെ പോവാ? ഞങ്ങൾ നേരെ ഇവിടെ അമ്മുച്ചേച്ചിയുടെ വീട്ടിൽ പോവാ. അവിടെ ഞങ്ങൾ പോവാം. ഒരു വീൽ ചെയർ വീട്ടിൽ കൊണ്ടുപോകല്ലോ. ശരി കേട്ടോ. നിങ്ങളോട് ഇനി അങ്ങ് പോവാം. ഇനി വേറെ എപ്പോഴേലും വിളിച്ചു. എൻ്റെ കൊലുസ് എൻ്റെ മിഞ്ചി, എൻ്റെ കൊലുസ് എൻ്റെ മിഞ്ചി, ഈ രണ്ട് സാധനം ഊരിയിട്ട് എവിടെയാണ് വെച്ചേക്കുന്നതെന്ന് എനിക്ക് ഉറപ്പില്ല. പോയോടോ എനിക്കറിയത്തില്ല. നീയാണ് എടുത്ത് ബാഗിൽ ദാനം കൊടുത്തു. പൊടിയേന്നും പറഞ്ഞ് ഞാൻ വളർത്തിക്കൊണ്ട് വരുന്ന മിഞ്ചിയാ. ഇതുവരെ വളർന്നില്ലെന്ന്. ഗോൾഡ് പോയെന്ന് തോന്നുന്നു. ഈ വണ്ടി ഇങ്ങനെ വൃത്തിക്കിരിക്കുന്ന കാണുമ്പോൾ ഒരു വേദന. നിനക്കും ഇത്രയും തെളിച്ചുണ്ടായിരുന്നോടാ? വണ്ടിയുടെ അടുത്ത് നിൽക്കുമ്പോൾ ഒരു ഇരുളിച്ചായിരുന്നു നേരത്തെ, ഇപ്പം അങ്ങ് തെളിഞ്ഞു. കണ്ടോ എൻ്റെ തലയാണ്, എൻ്റെ ബെഡ്ഷീറ്റ്. ഹലോ ചേട്ടാ, ഈ വണ്ടി ഓടുവോ? നിനക്ക് ലിഫ്റ്റാണോ വേണ്ടേ? എന്നാ നീ ലിഫ്റ്റും കൊണ്ട് വന്നു. നീ അവിടേക്ക് ചുമന്നോ? ചുമന്നങ്ങ് തുടുത്തല്ലോ. ചുമന്നങ്ങ് തുടുത്ത് അപ്പുറത്തെ വണ്ടിയുടെ കളറാ. ഞാൻ വിശക്കുന്നേ ഇന്ന് പതിവില്ലാത്ത വിശപ്പാ. ഇവൻ പറയുന്ന ഉറങ്ങണ്ട, വണ്ടിയിൽ ഇരുന്ന് ഉറങ്ങാൻ. വണ്ടി ഓടിക്കും. പിന്നെ നിനക്കെന്താ നേരത്തെ പോയിട്ട് തുപ്പ? എന്താ തുപ്പാത്തേ? നീയാണോ ആ മാലാക? എന്നോട് ഇഷ്ടമുള്ള കുറച്ച് ആൾക്കാരിടും. നിങ്ങൾക്ക് എന്നെ ഇഷ്ടമല്ലാത്തപ്പോൾ ഞാനെന്ത് ചെയ്യാൻ? അതെനിക്ക് ഇഷ്ടമില്ല. എപ്പം അവസരം കിട്ടി അപ്പം ഞാൻ കൊണ്ട് കളയും. കിച്ചുവിനെ ഞാൻ OLX കൊടുക്കുന്നില്ല. അല്ല ഇടെന്താ ഇട വയറും കാണിച്ചോണ്ട് കിടക്കുക. ഇതെന്താ പരിപാടി? ചാച്ചനും മോനും കൂടെ കുളിച്ച് ഞാൻ കുളിപ്പിച്ച് ഒരു ദിവസം ചെയ്യുന്നതിന് അഹങ്കാരം. ഓ ബാക്കി എല്ലാ ദിവസവും കുഞ്ഞാവിനെ കൊണ്ട് പട്ടിപ്പണി എടുപ്പിക്കും. അല്ല കുഞ്ഞാവില്ലാത്ത പാര കുളിപ്പിക്കുന്നത്. സുലഭമായിരിക്കും. ആരും കുളിപ്പിക്കുന്നില്ലേ? ഞാൻ കുളിപ്പിക്കുന്ന ഇന്ന് കണ്ടില്ലേ? ഞങ്ങൾ അങ്ങനെ കുഞ്ഞിക്കൈ വളരെ വളരെ കുഞ്ഞിക്കാൽ വളരെ വളരെ, അത് കേൾക്കുമ്പോൾ വെച്ചിരിക്കും. കുഞ്ഞിക്കൈ വളരെ വളരെ കുഞ്ഞിക്കാൽ വളരെ വളരെ. എനിക്ക് പേടി എൻ്റെ ഇന്ന് നിരങ്ങി പോകും. കൈക്കെല്ലാം ഉണ്ടായിട്ട് കാര്യമില്ല, അവൻ്റെ കൈക്കും അല്ലേ. അവനെന്ത് പിടിച്ചു നിന്നാ എന്താ? ആ ഇല്ലെങ്കിൽ ഇപ്പം അറിയാം. ഉടുപ്പിടുന്നു ഇതൊക്കെ മറന്നുപോകും. അമ്മത്തെ പൊന്നെ എന്തോ ചിരിയായിരുന്നു ഇവിടെ എണ്ണ തേച്ചോണ്ട്. അമ്മത്തെ പൊന്നെ എവിടെ? അമ്മ പാൽക്കുഞ്ഞെവിടെ? എവിടെ പാൽക്കുഞ്ഞ്? പാവം കൊതുക് കടിച്ച നോക്കി. ഇവിടെ ഈ കൊതുക് രാവിലെ കടിച്ചിട്ടില്ലായിരുന്നല്ലോ ഈ മൂക്കിന്റെ സൈഡിൽ. എല്ലാം ഉണ്ടായിരുന്നു. ഇപ്പൊ പ്രൊജക്ട് ചെയ്ത് നിങ്ങളത് പറയുന്നത് എനിക്ക് അറിയുന്നതുകൊണ്ട് ഞാൻ നോക്കി വെച്ചായിരുന്നു. ഇല്ല ഈ കൊതുകിന്റെ എനിക്ക് ഇന്നലെ വരെ ഓരോ കയ്യിൽ ഈ 2 പാടുണ്ടായിട്ടില്ല. ഉണ്ടായിരുന്നു. ഇല്ല ഇവിടുത്തെ കൊതുകാ, തീർത്തോട്ടിൽ കൊതുകില്ല. എറണാകുളം കൊതുകാ. കണ്ടോ ചുവപ്പ്. എന്താണ് ആണോ? പഞ്ചാരയാണോ ചാച്ചൻ്റെ? ചാച്ചൻ്റെ സുന്ദര. ഓ ഈ പൊന്നും കൂടെ നീ സ്വത്തുക്കൂടാതെ ആണോ? ആ അതെ ചാച്ചൻ്റെ പഞ്ചാര. തിരിച്ചാണിച്ച് അമ്മേനെ തിരിച്ചാണിച്ച്. അമ്മന്റെ പൊന്നെവിടെ? ചാച്ചനെ മാനസികമായിട്ട് വേദനിപ്പിക്കുന്നു. എവിടെ വേദന? മുഖത്തൊരു മാന്തങ്ങ് മാറ്റിക്കൊടു. അങ്ങനെയൊന്നും എൻ്റെ കുഞ്ഞ് ചെയ്യില്ല. എൻ്റെ കുഞ്ഞ് അങ്ങനൊന്നും ചെയ്യൂല. എൻ്റെ തങ്കക്കൂടെ ആയത്. അവത് പൊന്നെവിടെ? അമ്മന്റെ പാൽക്കുഞ്ഞെവിടെ? ചാച്ചന് സ്വത്ത്, ചാച്ചന് പഞ്ചാരേ, ചാച്ചന് ചക്കരയാണ്. ഇങ്കിപ്പാപ്പം വേണം. ഇങ്കിപ്പാപ്പം കൊതുക് കടിച്ചു എൻ്റെ കൊച്ചിനെ.
കടിച്ച് കൊതുക് കടിച്ച്. അമ്മേന്റെ പൊന്നെവിടെ, അമ്മേന്റെ സ്വത്തെവിടെ, അമ്മേന്റെ പാൽ കുഞ്ഞെവിടെ, പാപ്പ കുഞ്ഞെവിടെ? നളിച്ച് അപ്പം ഞാൻ കൈകൊട്ട്, അപ്പച്ചിന്നാൻ കൈകൊട്ട്, അമ്മയുടെ മോൻ കൈകൊട്ട്, ഇങ്ക് പാപ്പം കൈകൊട്ട്. ഉറക്കം വന്നിരിക്കുക. അവന് മോനാണ് ചോറിനട്ടെ അമ്മ. റാസ്ബെറി ഇതെവിടുന്ന് പൊക്കി? ഞാൻ ഇൻസ്റ്റാമാർട്ടിലൊക്കെ പോയിട്ട്. ഓ അഹങ്കാരി, ഇൻസ്റ്റാമാർട്ടിൽ ഇതൊക്കെയാ കഴിക്കുന്നത്. പുളിയ തണുപ്പാ. ആ ശരിയാ, ചുമയുടെ പ്രശ്നമുള്ളവർ കഴിക്കാൻ പറ്റാം. ഇത് താഴെ വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര അലുത്തിരിക്കും. അതുകൊണ്ട് ഞാൻ ഫ്രീസറിൽ എടുത്ത് വെച്ചതാണ്. സുന്ദരി ചാത്തിന്റെ സുന്ദരി ഞാൻ കഴിച്ചിട്ടില്ല, ഫസ്റ്റ് ആയിട്ട് ഇത് കഴിക്കുന്നത്. കണ്ടപ്പോഴത്തേക്ക് മൾബറിയുടെ ഉപ്പിലിട്ട ഓലോലിക്കയുടെ ഒക്കെ ഒരു ടേസ്റ്റ്. സ്വത്തുമണിയേ ചാച്ചന്റെ പഞ്ചാരേ. ഒന്നുമില്ല, ചാച്ചനൊന്നും കഴിക്കുന്നില്ല. ഒന്നുമില്ലടാ, ഒന്നുമില്ലടാ. എന്തായാലും വയറ്. ചാച്ചന്റെ സ്വത്തുമണി സുന്ദരിയേ. ചാച്ചന്റെ സുന്ദരിയാണോ? ഈ കയ്യിലേക്ക് നോക്കൂ, കൊച്ചിനെ കുളിപ്പിക്കാൻ പോയപ്പോൾ ഞാൻ ഇട്ട് കൊടുത്താ. എന്താ മോളെ, പേ പിടിച്ചോ? മിറ്റത്തെ പട്ടിയോടെ കളിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി നിനക്ക് പേ ഉണ്ടോ. നീ എന്തിനാ ചിരിച്ചേ? ഏതാ മോനെ ആന്റി? ആന്റി അല്ല അമ്മു. നീ എന്നെ കാണ്ടി കൊണ്ടിരുന്നു വിളിക്കുന്നു. അമത പൊന്നെ. ഇപ്പൊ ഞാൻ ഒറ്റ ചോദ്യം, നീ ചോറുണ്ണുന്നുണ്ടോ? എവിടെ എൻ്റെ അമ്മണി? നല്ല സുന്ദരി. ആയ് പൊട്ടുതൊട്ട സുന്ദരൻ. കൊതുകും കടി കൊണ്ട്. ആ കണ്ണൂർ വന്നപ്പോഴും കടി കൊണ്ട്. ഓർമ്മയുണ്ടോ? പത്തനംതിട്ട കൊതുക് കടിച്ചിട്ടില്ല. ആ അങ്ങനെ പറ, കടിച്ചിട്ടില്ല. അവിടെ കോഴി ഫാം ഉണ്ട്, സംഭവം ഒക്കെ ഉണ്ട്, പക്ഷെ ഞങ്ങളെ കൊതുക് കടിച്ചിട്ടില്ല. ഞാൻ കൊതുക് വരെ പ്രാർത്ഥിക്കുന്നില്ല. നീ ഒന്നും ഉണ്ടായിരുന്നേ, ഒന്ന് കേക്കട്ടെ. കിച്ചുവിന്റെ വൈറൽ ചായ. ഇതെന്തോന്നു, സ്പൂൺ ഉണങ്ങാൻ വെച്ചേക്കുന്നു. പിന്നല്ല, ഞാൻ നോക്കൂല പാല് തിളച്ചു പോയോന്നേ. അരിപ്പൊട്ടിയല്ലോ, അത് കഴുകണം. ചെറുക്കനെ ഇഷ്ടപ്പെട്ടോ അമ്മു? കുഴപ്പമില്ല, കൊള്ളാം. ഇവനും കൊള്ളാം. ഇഷ്ടപ്പെട്ടോ ഈ ചെറുക്കനെ? ഇഷ്ടപ്പെട്ടു. ആ ഇഷ്ടപ്പെട്ടു. അത്ര പോരാ, ചെക്കൻ്റെ താടി പോരല്ലോ അമ്മു. താടി പോരാ. ആ സ്ത്രീത്വം തിളങ്ങുന്ന ഭാവം അല്ലേ, അഴിഞ്ഞു വീണ കേശവാരം. ജയന്റെ പാൻ്റ് അറിയും. ചിക്കൻ കറി വെക്കും. ഓക്കെ, ബെറ്റർ ലക്ക് നെക്സ്റ്റ് ടൈം. ആ അങ്ങനെയൊന്നും വരൂല. നന്നായിട്ട് കുക്ക് അല്ല, ഇവൻ വെക്കുന്നുണ്ട്. കാപ്പിയൊക്കെ വെച്ചപ്പോ നന്നായിരുന്നു. ഇങ്ങോട്ട് വന്നേ. കൊള്ളാം. നല്ല ചായ. അല്ല, നല്ല ബിസ്ക്കറ്റ് കഴിച്ചു കുടിച്ചു. പാർലേജി ബിസ്ക്കറ്റ് എടുത്തിട്ട് വാടി. ഇല്ലടിക്കോ, വേറെ ഏതായാലും ബിസ്ക്കറ്റ് ഉണ്ട് എടുത്തിട്ട് വാ. ഇതെന്താ പാല് മേടിക്കാൻ പോയപ്പോ ഒരു ബിസ്ക്കറ്റ് മേടിച്ചോ? റെസ്പോൺസിബിൾ ആവണം കേട്ടോ, എന്നാലേ പെൺകുട്ടികൾക്ക് ഇഷ്ടപ്പെടും. ഇതാണോടാ കുറച്ച്. ഇന്നത്തെ കാലത്ത് നമ്മള് പോർട്ട്ഫോളിയോ തയ്യാറാക്കുമ്പോൾ ചോദിക്കും, ചെക്കന് കുക്കിംഗ് അറിയോ? ചെക്കന് കുക്കിംഗ് അറിയോ? വല്ലാത്ത മധുരം മോനെ. ആ സംഭവം ഇനി നീ പറയരുത്. എല്ലാ കുഞ്ഞുങ്ങളും പോവാ. ഇനി ഞങ്ങള് കണ്ണൂർ വെച്ച് കാണും. വേണ്ട, ശരിയാവില്ല. അങ്ങനെയാണല്ലോ പറയാ. ഞാൻ തന്നെ നോക്കും. ഇല്ലടാ, നിന്നെ വേണോ ഞങ്ങൾ നോക്കും? നിന്റെ തള്ളയെ നോക്കി നോക്കി എന്റെ ജീവിതം നിന്നെ നോക്കണോ? നോക്കണ്ട, എന്നിട്ട് നോക്കും. അല്ലെങ്കിൽ ചില നാത്തൂന്മാരോട് സ്നേഹം ഉണ്ടാവില്ല, എന്ത് ചെയ്യാൻ പറ്റും? നിനക്കങ്ങനെയാ? എനിക്ക് ഇഷ്ടം ഉണ്ടായിപ്പോയെന്ന് എന്ത് ചെയ്യാൻ പറ്റും? അല്ലേടാ, നിനക്ക് തന്നെയാ. നീ ഞാൻ പിരിച്ചു വെച്ചു. നിന്റെ കമ്പനി നിന്റെ മുതലാളിയോട് പറഞ്ഞ് നിന്നെ പിരിച്ചു. ഞങ്ങള് ടാറ്റ പോവാണ്. സൗന്ദര്യം ആസ്വദിച്ച ഒന്നുമില്ല. ശരി എന്നാ.
അച്ചുവിൻ്റെ അമ്മ വീഡിയോ കോൾ ചെയ്യുന്നത്. അവരങ്ങനെ അമ്മയും മോനും എപ്പോഴും സംസാരിച്ചോണ്ടേയിരിക്കും. മാതൃകാ മകൻ അവൻ. വേണ്ട ഒരു മാതൃകാ മകൻ കിടക്കുന്നു ഇതിനകത്ത്. ഞങ്ങള് തലേണയൊക്കെ വെച്ച് ഞങ്ങൾ ഉറങ്ങുകയാണ്. കാണുന്നില്ല തല. എടാ പൊതച്ച് വെക്കടാ നിന്നെ. പൊതച്ച് വെക്കടാ. ഏതാ പൊതച്ച് വെക്കതാ? ഏതാ നീ എവിടെ? ഏത് ഏത് പൊതുക്കടാ? അമ്മന്റെ കുഞ്ഞാ. അവര് കുഞ്ഞെവിടെ? അവര് ചൊത്തെവിടെ? സുഖമായിട്ട് ഇപ്പൊ സീറ്റ് ബെൽറ്റ് വിട്ടാൽ ഒറ്റ ഓർക്കും. അവൻ ബെഡ്ഷീറ്റിന്റെ സൗന്ദര്യം ആസ്വദിക്കുന്നുണ്ടോ? അമ്മന്റെ കുട്ടനെവിടെ? അമ്മന്റെ പൊന്നെവിടെ? അമ്മ ആളരുത്. മൊത്തം ഒരു പാട്ട് തരെ പോയില്ലേ? ഉറങ്ങാനുള്ള മൂഡില്ല. ഞങ്ങൾ ഉറങ്ങട്ടെ. ടാറ്റ, ഗുഡ് നൈറ്റ്. ഇനി സീതത്തോടി ഒന്ന് കാണാം. അങ്ങനെ നമ്മളിവിടെ കഴിക്കാൻ വന്നു. നമ്മൾ എവിടെ കഴിക്കാൻ വന്നത് അറിയത്തില്ല. ഉള്ളംതുരുത്തിയായിരുന്നു ഞാൻ മുമ്പേ നോക്കിയപ്പോൾ. ഇപ്പോൾ എവിടെ എനിക്കറിയത്തില്ല. അപ്പം ബീജു ചേച്ചിക്ക് ഒരു ഫുൾ ഷവായി. അപ്പോൾ അതുകൊണ്ട് മുറിക്കാണ്ടൊരു ഫുൾ ഷവായി ഞങ്ങളെല്ലാം കഴിക്കാതിരിക്കാം. പ്രത്യേകം പറഞ്ഞു എന്തോ ഒരു പൊറോട്ട. അപ്പം ഞങ്ങളിനി ഫുഡ് വരുമ്പോൾ വീഡിയോ എടുക്കാം. ഇപ്പം ഞങ്ങളെല്ലാം പാത്രം കാലിയാണ്. ഇനി ഫുഡ് വരുമ്പോൾ കാണാം. സാധനം വന്നു ഗോയ്സ് കേട്ടോ. മസാല ചവായി വന്നു. ഇതാണ് എന്തോ പൊറോട്ടയാ? എന്തോ പൊറോട്ട. മസാല ചവായി ഉണ്ട്. ശരി, ഇത് കൊള്ളാമില്ലേ? കഴിക്കൂ, മുറിച്ച് കഴിക്കൂ കുറച്ച്. ഞങ്ങൾ കഴിച്ചിട്ടല്ല കേട്ടോ. ബായ്. കേട്ടാ എങ്ങനെയുണ്ട്? ചുമ്മാതോ കഴിച്ചിട്ട് വരാമെന്ന് പറഞ്ഞാൽ ഇത്ര കഴിച്ചുള്ളൂ. ഇതിൻ്റെ പകുതി ഇത്ര ഉണ്ടായിരുന്നു. ഇതാണ് എൻ്റെ പ്ലേറ്റ്. പക്ഷെ മയണൈസ് ഉണ്ട്. അങ്ങനെ എല്ലാം കഥ പോകുകയാ. അവിടെ ഫുഡ് കഴിക്കാൻ അച്ഛന് പെരിസ്ട്രോളിക് ഡയാലിസിസ് പറഞ്ഞ പരിപാടിയുണ്ട്. ഞാൻ ചെയ്തിട്ടുണ്ട്. അതിന്റെ മരുന്ന് മേടിക്കാൻ പോയതാണ്. തിരിച്ചു വരുന്ന വഴിക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ആദാമിന്റെ ചായ കട ബീച്ചിൽ ഞങ്ങളുടെ തീറ്റ കണ്ടിട്ട് അമ്മാര് 2 മാംഗോ ജ്യൂസ് ഫ്രീ തന്നു. കാര്യം നന്നായിട്ട് ഫുഡ് കഴിച്ചു. അതുകൊണ്ട് തന്നതാണ്. ഒരു വലിയ മീനൊക്കെ മേടിച്ചിട്ട് അപ്പാട് വലിയ ഞങ്ങൾക്കൊന്നുമല്ല ഇരുന്നതിനും ഞാനിവിടെ നന്നായിട്ട് ഫുഡ് കഴിക്കും. വെളുപ്പിന് 9 മണിക്ക് പോയിട്ട് കടയിൽ കയറി ബീഫ് ബിരിയാണി ചോദിച്ച് മേടിക്കുന്നവരാണ്. കടയിൽ ഉച്ചയ്ക്ക് 12 മണി പോയിട്ട് നമ്മൾ ചേട്ടൻ ചെന്ന് എന്താ ബിരിയാണി ഉണ്ടോ? ഉണ്ട്, ബീഫ് ബിരിയാണി. രാവിലെ ചായക്ക് വരും. നമ്മൾ ചായക്ക് ബ്രേക്ക്ഫാസ്റ്റിന് വരും. ഇഡ്ഡലി ദോശ കഴിക്കാൻ പോയതാണ്. ഭക്ഷണം കഴിക്കാത്ത സ്ഥലമല്ല കണ്ണൂർ, കോഴിക്കോട്. ഞങ്ങളങ്ങനെ കഴിച്ച് കഴിഞ്ഞ് ഗോയ്സ് ഞങ്ങൾ പോവുകയാണ്. അത് കഴിയുമ്പോൾ എന്നെ ഒറ്റയ്ക്കാക്കി ഞാനും പോയി കഴിക്കട്ടെ. അവരുടെ പേരല്ലേ? ഇതാണ് കട. എവിടെയാ? ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു? നല്ലൊരു സുലൈമാനിയല്ലേ? മിൻറ്റ് ടീ സുലൈമാനി. പ്ലേറ്റ് നമുക്ക് മനസ്സിലായില്ല.